ദി റിയൽ സോൾമേറ്റ്. രചന മൊഹസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നമ്മുടെ കുട്ടിയുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നാ അവിടെയുള്ളവർ പറയുന്നത്. എൻ്റെ വിഷ്ണുവിന് നന്ദയെ തന്നിരുന്നെങ്കിൽ നമ്മുടെ കുട്ടിയെക്കുറിച്ച് വല്ലവരുടെയും വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നോ? വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ സുഭദ്ര രാമകൃഷ്ണനോടായി പറഞ്ഞു. അതമ്മ പറഞ്ഞ ശരി തന്നെയാ, ഞാനും കേട്ടു എല്ലാവരും നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത്. വിനീത സ്വന്തം അമ്മയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. രാമകൃഷ്ണനും ഭാര്യ ഇന്ദുമതി അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. കാർ അവരുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. വീട്ടിലെത്തിയിട്ട് രാമകൃഷ്ണൻ ഇന്ദുമതി ഒരേ ചിന്തയിലായിരുന്നു. ഇന്ദു, നമ്മുടെ മോൾ ആ വീട്ടിലേക്ക് തന്നെ കെട്ടിച്ചു വിട്ടാ അവരവളെ ഈ പേരും പറഞ്ഞ് വേദനിപ്പിക്കോ? അതിന്റെ പേരിൽ നമ്മുടെ കുട്ടിക്ക്... രാമകൃഷ്ണൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അയാളുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ, ഞാൻ നാരായണനാണ്. കുട്ടികളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് നമുക്ക് തീരുമാനിക്കണ്ടേ? എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. കുട്ടിയുടെ ദോഷാണെന്ന് പറഞ്ഞ് ചിലർ ഇല്ലാകാതെ പരത്തുന്നുണ്ട്. ഇവിടെ ആരും അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കണില്ല. ആയുസ് എത്തിയാൽ എല്ലാവരും അങ്ങ് പോകും. അത് ആരുടെയും ദോഷം കൊണ്ടല്ല എന്ന് നമ്മളോട് പറഞ്ഞവരോടൊക്കെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും വായ മൂടി കെട്ടാനൊക്കെ ഇല്ലല്ലോ. വിവാഹം പെട്ടെന്ന് നടത്തണം. എൻ്റെ മോനോ എൻ്റെ ഭാര്യ ഒത്തിരി ആഗ്രഹിച്ചതാ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. ഇന്നലെ കൂടി എൻ്റെ സ്വപ്നത്തിൽ വന്ന എൻ്റെ മോനും മരുവളും പറഞ്ഞ് കുട്ടികളുടെ കല്യാണം വേഗത്തിൽ നടത്തണമെന്നാ. അതുകൂടി കേട്ടപ്പോൾ രാമകൃഷ്ണൻ എന്ന അച്ഛൻ്റെ ഉള്ളിൽ ആദ്യം കെട്ടണഞ്ഞു പോയിരുന്നു. ആയിക്കോട്ടെ, നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാം. വലിയ ആരവങ്ങളോടുകൂടി നടത്താനിരുന്ന നന്ദയുടെയും കിഷോറിന്റെയും കല്യാണം വളരെ ലളിതമായ അമ്പലത്തിൽ വെച്ച് നടന്നു. വേണ്ടപ്പെട്ടവർ മാത്രമായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. രാമകൃഷ്ണന്റെ അമ്മയും അച്ഛനും ഇന്ദുമതിയുടെ അമ്മയും അച്ഛനും രാമകൃഷ്ണന്റെ ആത്മസുഹൃത്തായ ജിതിന്റെ അച്ഛൻ സേതുമാധവനും ഭാര്യ ഗീതയും ജിതിനും പിന്നെ കിഷോറിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും. അങ്ങനെ നന്ദ മംഗലത്തറവാട്ടിലെ മരുമകളായി. ആ തറവാടിന് ഒത്തിരി പഴക്കമുണ്ടെങ്കിലും മോഡേൺ രീതിയിൽ അതിന് പുതുക്കി പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദയുടെ വീടിൻ്റെ അത്ര വരില്ലെങ്കിലും ആ കൊച്ചു വീടിന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. മുത്തശ്ശി കൊടുത്ത പാൽ ഗ്ലാസുമായി നന്ദ കിഷോറിന്റെ മുറിയിലേക്ക് കയറി. അത്യാവശ്യം വലിപ്പമുള്ള മുറിയാണ്. അതിനോട് ചേർന്ന് ബാൽക്കണിയുമുണ്ട്. സെറ്റ് സാരിയിൽ വരുന്ന നന്ദയെ ഒരു നിമിഷം കണ്ണെടുക്കാതെ കിഷോർ നോക്കി നിന്നു. ശേഷം അവൾ നീട്ടിയ പാൽ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അവനാൾ അവന്റെ മടിയിലേക്ക് ഇരുത്തി. പാൽ ഗ്ലാസ് അടുത്തുള്ള ടീപ്പോയിൽ വെച്ചുകൊണ്ട് കിഷോർ നന്ദയെ ചുറ്റിപ്പിടിച്ചു. അവന്റെ കണ്ണുനീരിന്റെ ചൂടറിയെ അവൾ എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കി. കിച്ചേട്ടാ. നന്ദ, എനിക്ക് അച്ഛനെയും മിസ് ചെയ്യുന്നടി. നമ്മളൊന്നാവുന്ന കാണാൻ അവരെത്ര ആഗ്രഹിച്ചിരുന്നെന്നറിയോ? എന്നിട്ടും ദൈവം അവർക്ക് അതിനുള്ളൊരു അവസരം കൊടുത്തില്ലല്ലോ. ഒരിക്കലും ഞാൻ തമാശക്ക് അമ്മയോട് പറഞ്ഞിരുന്നു അച്ഛനെ വേറെ കെട്ടിക്കുമെന്ന്. അപ്പം അമ്മ പറഞ്ഞെന്താ അറിയോ? മരണത്തിന് പോലും അവരെ പിരിക്കാൻ കഴിയില്ലെന്ന്. അപ്പോഴും അവർ ഒരുമിച്ചായിരിക്കുന്നു. നന്ദ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവന്റെ വേദനയിൽ ആ സമയം അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. കുറേ സമയം അവരങ്ങനെ കിടന്നു. നന്ദ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എല്ലാവരും ഒത്തിരി സ്വപ്നം കാണുന്ന ആദ്യ രാത്രി ഇങ്ങനെ കരഞ്ഞ് കൊളാക്കിയതിന്. ഏയ് ഇല്ല ഈ ചേട്ടാ, എനിക്ക് ഈ ചേട്ടനെ മനസ്സിലാവും. അവനവളുടെ നെറ്റിയിൽ അതിരങ്ങൾ അമർത്തി. ഈ കിച്ചേട്ടന് നന്ദ കുറച്ചുകൂടി സമയം തരണം. കേവലം ഒരു ചടങ്ങ് തീർക്കൽ മാത്രം ആവരുത്. നിന്നെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താനുള്ള സന്തോഷം എന്നിൽ ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറയുന്നത് നന്ദക്ക് മനസ്സിലാവുന്നില്ലേ? ആൾ പതിയെ മൂളി. കിഷോർ അവളെ കെട്ടിപ്പിടിച്ചു. അന്നത്തെ രാത്രി അവർ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം നന്ദ കുളിച്ച് അടുക്കളയിലേക്ക് പോയി. ആള് മുത്തശ്ശി നേരത്തെ എഴുന്നേറ്റ് രാവിലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. മോളെ എഴുന്നേറ്റോ? കുട്ടിക്ക് ചായയാണോ അതോ കാപ്പിയാണോ? രണ്ടും വേണ്ട അച്ഛമ്മേ, എനിക്ക് അങ്ങനെ ഒരു പതിവില്ല. രാവിലെ ചായ കുടിക്കാതെ എങ്ങനെയാ കുട്ടി? ഉന്മേഷം വരണമെങ്കിൽ ചായ തന്നെ വേണ്ടേ? ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ, ഈ ചായ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന നന്ദമോളെ. ഈ വണ്ടിക്കാതൊന്നും അറിയില്ല. വലിയ മൊന്തയിൽ ചായ കുടിക്കുന്ന ഇവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യ, വെറുതെ രാവിലെ തന്നെ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കല്ലേ. രാവിലെ തന്നെ രണ്ടുപേരും തുടങ്ങിയോ? കിഷോറിന്റെ ശബ്ദം കേട്ട് മൂന്നാൾ അങ്ങോട്ടേക്ക് നോക്കി. അവൻ നന്ദയെ കൈകാട്ടി വിളിച്ചു. പാവന്റെ ഭാര്യ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഈ കലാപരിപാടിയുടെ പതിവുള്ളതാ. മുത്തശ്ശിയും മുത്തശ്ശിയുടെ വഴക്ക് വീണ്ടും തുടർന്നു. കിഷോർ നന്ദയുടെ തോൾ കൈ ചേർത്ത് ആളുടെ വീടൊക്കെ കാണിച്ചു കൊടുത്തു. ശേഷം അവർ മുറ്റത്തേക്ക് ഇറങ്ങി. കിഷോറിന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിലേക്ക് നോക്കി രണ്ടുപേരും ഏറെ സമയം നിന്നു. കിഷോർ നന്ദയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും മുത്തശ്ശി ഭക്ഷണമൊക്കെ റെഡിയാക്കിയിരുന്നു. കിഷോറും നന്ദയും മുത്തശ്ശിനെ അതൊക്കെ എടുത്ത് തീന്മേശയിലേക്ക് കൊണ്ടുവച്ചു. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. നന്ദ, വേഗം റെഡി ആയിട്ട് വാ, നമുക്കിവിടെ വരെ പോവാം. എങ്ങോട്ടാ ഈ ചേട്ടാ? അതൊക്കെ പറയാൻ വേണേ, നീ വേഗം ഒരുങ്ങി വാ. നന്ദ ഒരുങ്ങി വരുന്ന കാണാനായിട്ട് കിഷോർ മുറിയിലേക്ക് നടന്നു. സാരിയുമായിട്ട് മല്ലിയുടെ നന്ദയെ കണ്ടപ്പോൾ കിഷോറിന് ചിരി വന്നു. ഏയ് നന്ദ, എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായിട്ടില്ലേ? എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ഇത് ഉടുക്കാൻ പറ്റുന്നില്ല. വീട്ടിലുള്ളപ്പോൾ അമ്മയെ എടുത്തേരാറുള്ളത്. പ്രതീക്ഷയോടെ കിഷോറിനെ നോക്കി. കിഷോർ അരമാര തുറന്നൊരു സിൽവാർ കയ്യിലെടുത്തു.
എന്നെ നന്ദകുടി തൽക്കാലം ഈ 6 മീറ്റർ തുണി അവിടെ മടക്കി വെച്ചേക്ക്. എന്നിട്ട് ഈ സെൽവാറിട്ട് പെട്ടെന്ന് ഇറങ്ങി വാ. നന്ദയുടെ മുഖം പെട്ടെന്ന് മങ്ങി. ഇങ്ങനെയല്ലാലോ ഞാൻ സിനിമയിലൊന്നും കണ്ടത്. ഭാര്യയെ സാരി ഉടുപ്പിക്കാൻ സഹായിക്കുന്ന ഭർത്താവ്, ശേഷം അടിപൊളി റൊമാൻസ്, അതിൻ്റെ കൂടെ ഒരു സോങ് കൂടിയായ ശുഭം. ആ ചിലപ്പോൾ ക്ലീശ വേണ്ടാന്ന് കിച്ചേട്ടൻ കരുതി കാണും. ആൾ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ സെൽവാറിനെ നോക്കി തലോടി. അപ്പോഴേക്കും കിഷോറിന് ഒരു കോൾ വന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിരുന്നു. ആ സമയം കൊണ്ട് ആൾ ഡ്രസ്സ് മാറ്റി, ശേഷം കണ്ണാടിയുടെ മുമ്പിൽ പോയി മുടിയൊക്കെ ഭംഗിയിൽ ഒതുക്കി. സിന്ദൂരച്ചെപ്പ് കയ്യിലെടുത്തപ്പോൾ കിഷോർ അവിടെ പുറകിലൂടെ വന്ന് അവളോട് ചേർന്ന് നിന്നു. പ്രിയപ്പെട്ടവന്റെ ശ്വാസം തൊട്ടടുത്ത്. ആളിൽ ചെറിയൊരു വിറയിൽ അവൾ കണ്ണാടിയിലേക്ക് നോക്കി. ആദ്യം കണ്ണിലുടക്കിയത് കുസൃതി നിറഞ്ഞ ആ കാപ്പിക്കണ്ണുകൾ തന്നെയായിരുന്നു. നിറഞ്ഞ ചിരിയോടെ കിഷോർ അവളുടെ കയ്യിലെ സിന്ദൂരച്ചെപ്പിൽ നിന്ന് അല്പമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ വെച്ചു കൊടുത്തു. അത് അവളും ആഗ്രഹിച്ചുകൊണ്ടാവാം അവളുടെ കണ്ണു മനസ്സ് ഒരുപോലെ നിറഞ്ഞു. അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി എന്താ എന്നുള്ള അർത്ഥത്തിൽ അവൻ പുരികം പൊക്കി ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടിലെ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. നേരത്തെയുള്ള ക്ലീഷ സീൻ ഒഴിവാക്കിയിട്ട് കിച്ചേട്ടൻ ഈ ക്ലീഷ ചെയ്യാൻ കാരണം എന്താ? നന്ദയുടെ ചോദ്യം മനസ്സിലാവാതെ കിഷോറിന്റെ കാപ്പിക്കണ്ണുകളൊന്ന് ചുരുങ്ങി. നന്ദ അവന് മുമ്പിൽ കാര്യം വിശദീകരിക്കുമ്പോൾ അവന്റെ കാപ്പിക്കണ്ണുകൾ തിളങ്ങുന്നതോടൊപ്പം അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. എത്ര കണ്ടാലും ഈ ക്ലീഷ സീൻ ആരും മടുക്കില്ല പെണ്ണേ. അവൻ പറഞ്ഞ അവളെ നെഞ്ചിലേക്ക് ഇട്ടു. ആളൊന്ന് ഞെട്ടിക്കൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം താങ്ങാനാവാതെ ആൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ആളുടെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയൊന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ട് ആളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അതേസമയം നന്ദയുടെ മാമി സുഭദ്രയുടെ വീട്ടിൽ. വിഷ്ണു, നീ ഇവിടെയുള്ള സാധനങ്ങൾ എറിഞ്ഞൊളിച്ചിട്ട് ഇനി എന്ത് നേടാനാ? അവള് കൺമുമ്പിലുണ്ടായിരുന്നപ്പോൾ ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞല്ലേ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വളക്കാൻ. അപ്പൊ ഈ അമ്മ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ അമ്മയ്ക്കെല്ലാം നഷ്ടപ്പെട്ടവ പോലെ നിന്നെ കാണേണ്ടി വരില്ലായിരുന്നു. കോടികളുടെ സ്വത്തല്ലേ വെള്ളത്തിലായത്. നോക്കുതളത്തെ ഞാൻ ആ പ്രാന്ത് പിടിച്ചിരിക്കുക. ആരെ കുന്നിട്ടാണെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചു പിടിക്കും. വീണ്ടും അവിടെയുള്ള ഓരോ സാധനങ്ങൾ അവൻ എറിഞ്ഞുടച്ചു. ആ കാഴ്ച സുഭദ്രയും വിനീതയും സങ്കടത്തോടെ നോക്കി നിന്നു. നന്ദയും കൂട്ടി കിഷോർ പോയത് അവന്റെ ഓഫീസിലേക്കായിരുന്നു. അവൻ അങ്ങോട്ട് പോയിട്ട് ഒത്തിരി നാളായി. അവനില്ലാത്തൊരു കുറവോടെ അറിയിക്കാതെ തന്നെ ജിതിനെല്ലാം നല്ല ഭംഗിയിൽ കൈകാര്യം ചെയ്തിരുന്നു. അളിയനോ എന്ന് പറയടാ, നിനക്ക് ഞാൻ അളിയനായത്. ഇന്നലെ എന്റെ പെങ്ങള് നന്ദയെ നീ വിവാഹം കഴിച്ച മുതല് നീ എനിക്ക് അളിയനാണ്. അളിയനൊന്ന് പറഞ്ഞു കൊടുക്കും പെങ്ങളെ. അത് ശരിയായി ചേട്ടാ. എന്നെ സങ്കടപ്പെടുത്താനും ഉപദ്രവിക്കാനൊക്കെ ഇനി ആരും ഒന്നല്ല ചോദിക്കാനും വേണമെങ്കിൽ അവർ 2 പൊട്ടിക്കാനും ഇന്നുതിൽ എനിക്ക് എന്റെ ആങ്ങളെ ജിത്തുവേട്ടനുണ്ട്. നല്ല ബെസ്റ്റ് ആളെയാ നീ കൂട്ടിന് വിളിക്കുന്നത്. ഇവന് രാത്രി മുള്ളാമുട്ടിയാ പോലും ഗീതമ്മയാ കൂട്ടിന് പോകാറുള്ളത്. അയ്യേ, ആണ് ജിത്തുവേട്ടാ? എടാ കിച്ചു, നീ ഇങ്ങനെ ഇല്ലാതെ പറഞ്ഞു കൊടുത്തേ എന്റെ കൊച്ചിനെ എന്നിൽ നിന്ന് അകറ്റല്ലേടാ. ജീത്തു കിച്ചുവിനോടായി പറഞ്ഞു നിർത്തി. നന്ദ, നീ നാളെ മുതൽ ഇവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്. അങ്കിളിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ ആർക്കെ ഗ്രൂപ്പിലില്ലെങ്കിലും അവിടെ പ്രോബ്ലം ഇല്ലെന്ന് അങ്കിള് പറഞ്ഞ്. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അങ്കിളും പിന്നെ അവരുടെ അച്ഛനും തന്നെ അധികമാണെന്നാ അങ്കിള് പറഞ്ഞ്. ഇനി കുറച്ച് നാള് ഈ മംഗളത്തി ഗ്രൂപ്പ് നീ നോക്കിയെടുത്തതാണ് നല്ലത്. ഞാനോ? നീ തന്നെ. ഇത് ആർക്കെ ഗ്രൂപ്പിന് അത്രക്കൊന്നും വരില്ലെങ്കിലും അതിൻ്റെ അടുത്ത് എത്തിക്കണം എൻ്റെ നന്ദക്കുട്ടി. ഈ നോക്കിയൊന്ന് പരിചയപ്പെട്ട് എന്നിട്ട് നാളെ മുതൽ ജോയിൻ ചെയ്തോ. തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ഞാനെന്നാ ആലോചിക്കട്ടെ. ചിരിയോടെ അതും പറഞ്ഞ് നടന്നു പോകുന്നവളെ പുഞ്ചിരിയോടെ തന്നെ കിഷോർ നോക്കി. കുറച്ച് സമയത്തിന് ശേഷം കിഷോർ നന്ദയും കൂട്ടി നന്ദയുടെ വീട്ടിലേക്കാണ് പോയത്. ഡാഡി, മമ്മ അങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന നന്ദയും തലോടി നിറഞ്ഞ ചിരിയോടെ രാമകൃഷ്ണനും ഇന്ദുമതിയും കിഷോറിനെ നോക്കി. മോനകത്തേക്ക് വാ. അങ്കിൾ, ഞാൻ ഇന്ന് നന്ദക്ക് നമ്മുടെ ഓഫീസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. നാളെ മുതൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. പിന്നെ കിച്ചു, നീ അങ്കിളെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. സോ നന്ദു വിളിക്കുന്ന പോലെ ഡാഡി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അച്ഛാന്ന് വിളിക്കാം. കിഷോർ രാമകൃഷ്ണനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴേക്ക് ഇന്ദുവും നന്ദയും ജ്യൂസ് കൊണ്ട് അവർക്കരിയിലേക്ക് വന്നു. ഒത്തിരി നേരം അവർ സംസാരിച്ചിരുന്നു. പിന്നെ നന്ദ അവളുടെ റൂം കിഷോറിന് കാണിച്ചു കൊടുത്തു. അധികവും വിദേശത്തായതുകൊണ്ട് ആ റൂമിനോട് അവൾക്ക് അധികം അടുപ്പുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം വൈകുന്നേരം അവരവിടെ നിന്ന് മടങ്ങി. നേരെ ഒരു മാളിലേക്കാണ് അവർ പോയത്. കുറച്ച് സമയം അവിടെ കറങ്ങി നടന്ന ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കൂടുതൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവർ വീട്ടിലേക്ക് മടങ്ങി. ആ സമയങ്ങളിലെല്ലാം കിഷോർ ദുഃഖങ്ങളെല്ലാം മറന്ന് അവൻ്റെ നന്ദയോടൊപ്പം അവൻ ഹാപ്പിയായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങൾ കിഷോറിന്റെ കൂടെ നന്ദയെ ഓഫീസിൽ പോയി തുടങ്ങി. ഇടയ്ക്കൊരു സൺഡേ നന്ദയുടെ അച്ഛനും അമ്മയും കിഷോറിന്റെ വീട്ടിലേക്ക് വന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാവരും എല്ലാം മറന്ന് സന്തോഷിച്ച ദിവസമായിരുന്നു അത്. അന്ന് രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന നന്ദയെ കിഷോർ അവനിലേക്ക് അടുപ്പിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ നന്ദ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ആ കാപ്പി കണ്ണുകളിൽ പ്രണയത്തോടൊപ്പം വശ്യതയും നിറഞ്ഞു കണ്ടപ്പോൾ അവൾ അവനിൽ നിന്ന് ഓട്ടം പിൻവലിച്ചു. നാണത്താൽ താഴ്ന്നുപോയ അവളുടെ താടിത്തുമ്പ അവൻ മെല്ലെ ഉയർത്തി. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. എന്തിനോ പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുന്ന നന്ദയുടെ ചുടികൾ അവൻ കവർന്നെടുത്തു. ഐ ലവ് യു നന്ദ.
അവൻ അവളുടെ കാതോരം ചെന്ന് പതിയെ പറഞ്ഞുകൊണ്ട് അവിടെയും ചുണ്ടുകൾ അമർത്തി. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പുണർന്നു. രണ്ടുപേരുടെയും ശരീരം ഒന്നാവാൻ മുറവിളി കൂട്ടി. പിന്നെ അവർ ആർക്കും വർണ്ണിക്കാനാവാത്ത അവരുടെ മാത്രം ലോകത്തിലായിരുന്നു. എല്ലാ അർത്ഥത്തിലും അവരൊന്നായ സുന്ദര നിമിഷം. അവളുടെ മുഖമാകെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഉറങ്ങിയത് എപ്പോഴാണെന്ന് പോലും അറിയാത്തൊരു സുന്ദരമായ രാത്രിയെക്കുറിച്ച് ആലോചിച്ച് പിറ്റേന്ന് നന്ദയുടെ മുഖം ചുവന്നു തൊടുത്തു. ഓഫീസിൽ പോകാൻ റെഡിയായ നന്ദയും കൂട്ടി കിഷോർ ഹണിമൂൺ ട്രിപ്പായിരുന്നു പോയത്. നന്ദക്കുള്ള ചെറിയ സർപ്രൈസ് ആയിരുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങളിലെ കറക്കത്തിന് ശേഷം അവർ നാട്ടിൽ തിരിച്ചെത്തി. നേരെ പോയത് നന്ദയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെയും നന്ദയെ കാത്ത് ചെറിയ സർപ്രൈസ് ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ നന്ദ തന്റെ വീട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് കിഷോറിനെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ മൈ ബെറ്റർ ഹാഫ്. ആവും പറഞ്ഞുകൊണ്ട് ആൾക്കായി ഒരു ഡയമണ്ട് ചെയിൻ സമ്മാനിക്കുമ്പോഴും അവളുടെ ചുണ്ടുകൾ ചേർക്കുമ്പോഴും അവളോടൊപ്പം ഇനിയൊരു ജന്മദിനം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന് ഇനിവരും അറിഞ്ഞില്ല. രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി. എല്ലാവരും അവളെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. തന്റെ റൂമിൽ കയറിയപ്പോൾ അവിടെ കണ്ട പാർട്ടി കോണിലേക്കും ശേഷം കിഷോറിനെയും നോക്കി. ഇന്ന് നിന്റെ ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല, നമ്മുടെ റിസപ്ഷൻ കൂടിയാ. മാരേജിന് നമുക്ക് ആരെയും ക്ഷണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സോ ഇന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയ സമ്മാനം കൂടിയുണ്ട്. നീ കുറേയാളെ പറയുന്നു. നിനക്ക് പ്രിയപ്പെട്ട കൃഷ്ണന്റെ ചിത്രമുള്ള ആ റിങ്, അതെന്റെ കുഞ്ഞു സമ്മാനം. ആ സ്വർണ്ണമോതിരം നന്ദയുടെ വിരലിൽ അണിയിച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു. നന്ദയേറെ സന്തോഷത്തോടെ കിഷോറിനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ശേഷം പുൻസിരിയോട് ആ കുഞ്ഞി കൃഷ്ണന്റെ ചിത്രത്തിൽ തലോടി. പേസ്റ്റൽ ഗ്രീൻ ഗൗണിൽ ഇറങ്ങി വരുന്ന നന്ദയെയും ആളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പേസ്റ്റൽ കളർ ഷർട്ടും വൈറ്റ് ബ്ലേസറും വൈറ്റ് ലൈനർ പാൻറ്റും അണിഞ്ഞുകൊണ്ട് വരുന്ന കിഷോറിനെയും ആടെ കൂടി നിന്ന് ഓരോരുത്തരും കണ്ണെടുക്കാതെ അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നോക്കി നിന്നുപോയി. ജിതിനും അമ്മയും അവരെ വിഷ് ചെയ്ത് ആർക്കായി അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ നൽകി. കേക്ക് കട്ടിങ്ങിന് ശേഷം രാമകൃഷ്ണനേന്തും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവർക്ക് ഇരുവർക്ക് നൽകുമ്പോൾ ആടെ കൂടി നിന്ന സുഭദ്രയും മകൾ വിനീതയും ഒഴികെ ബാക്കി എല്ലാവരും നിറഞ്ഞ ചിരിയോടെ കൈയടിച്ചു. കിഷോറിന്റെ മുത്തശ്ശനും മുത്തശ്ശി അവരെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. പിന്നെയുള്ള ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി. നന്ദ, നിനക്ക് കൂടി നാളെ എൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് വന്നൂടെ പെണ്ണേ. എന്തോ നിന്നോട് തനിച്ചായി പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല മോളെ. എന്താ കീച്ചേട്ടാ ഇത്? എന്നെ കൂടി സങ്കടപ്പെടുത്താൻ. ഞാൻ പറഞ്ഞല്ലേ മറ്റൊന്ന് മമ്മയുടെ തറവാട്ടിലെ ഉത്സവമാണെന്ന്. ഞാൻ 3 പഠിക്കുമ്പോൾ കണ്ട് ഒരു വെക്കേഷൻ നാട്ടിൽ വന്ന് പോയതാ ഉത്സവത്തിന്. ഒരിക്കൽ കൂടി എനിക്ക് അതൊക്കെ കാണാൻ തോന്നുക കീച്ചേട്ടാ. പ്ലീസ് ഞാൻ പോയിക്കോട്ടെ. കിച്ചണിൻ്റെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകളുണ്ടല്ലേ, അല്ലെങ്കിൽ കിച്ചണിനെ ഞാൻ കൂടെ കൂട്ടിയാനേ. ശരിയാ, അല്ലെങ്കിൽ നീ കൂടെ കൂട്ടിയില്ലെങ്കിലും ഞാനും വന്നതിന് നിന്റെ കൂടെ. ആദ്യം പറഞ്ഞാൽ നന്ദി അവന്റെ നെഞ്ചോട് ചേർത്തു. അവളുടെ നെറ്റിയിൽ അധരങ്ങൾ അമർത്തി. അവളുടെ ശരീരം മുഴുവൻ സ്നേഹ ചുംബനങ്ങൾ കൊണ്ടാവും മൂടി. സ്നേഹത്തോടെ വേദനിപ്പിക്കാതെ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഇനി ഒരിക്കലും സംഭവിക്കില്ലെന്ന്. ഞാനും പോയതിന് എൻ്റെ നന്ദയുടെ കൂടെ. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആർക്കും എൻ്റെ നന്ദയെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ നന്ദയെ തനിച്ചാക്കിയോണ്ടാ അവൾ എനിക്ക് നഷ്ടമായത്. അതിന് കാരണക്കാരനായ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ആകും പറഞ്ഞ് സ്റ്റിയറിംഗിൽ നെറ്റി അമർത്തിക്കൊണ്ട് ദേഷ്യത്തോടെ അലർന്ന കിഷോറിനെ നന്ദ ഒരു നിമിഷം നോക്കി നിന്നു. അപ്പോൾ അവളുടെ കണ്ണുകളിലും പ്രതികാരത്തിന്റെ ചുവപ്പ് രാശി പടർന്നിരുന്നു. കിച്ചേട്ടാ, നമ്മളെന്താ ഇവിടെ? നിനക്ക് നിന്റെ അച്ഛനും അമ്മയും കാണണ്ടേ? നന്ദ അതിന് മറുപടിയും നൽകിയില്ല. കിഷോർ നന്ദയെ നോക്കി. അപ്പോൾ അവൾ അവനായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ആ സമയം തന്നെ അവന് മുമ്പിൽ അവളുടെ വീടിന്റെ ഗേറ്റ് തുറന്നിരുന്നു. ഞെട്ടിക്കൊണ്ട് കിഷോർ വീണ്ടും നന്ദയെ നോക്കി. അപ്പോൾ നന്ദ കണ്ണു ചിമ്മി കാണിച്ചു. അവൻ കാറ് മുന്നോട്ടെടുത്തു. കാറ് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറി. ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റി നല്ല ഉറക്കമായിരുന്നു. കോളിംഗ് ബെല്ലിനടുത്തായി മനോഹരമായ ലിപിൽ എഴുതിയ നന്ദൻ എന്ന പേരിലേക്ക് കിഷോറൻ തലോടി. ശേഷം ബെല്ലിൽ വിരലുകൾ അമർത്തി. വാതിൽ തുറന്ന രാമകൃഷ്ണൻ മുന്നിൽ കിഷോറിനെ കണ്ടപ്പോൾ ആ മുഖമൊന്ന് പ്രകാശിച്ചു. നന്ദ അപ്പോഴും സ്നേഹത്തോടെ അവളുടെ ഡാഡിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കാണുകയായിരുന്നു. അകത്തേക്ക് വാ മോനെ. മോനെന്താ ഈ സമയത്ത്? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണോ? അതേച്ചാ, അമ്മയില്ലേ? ഇല്ല മോനെ, അവൾ അവിടെ തറവാട്ടില്ല. ഇന്നലെ പോയതാ. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവളവിടെ പോവും. നന്ദുമോൾ അവസാനമായിട്ട് അവിടെ വെച്ച് അവളുടെ മുറിയിൽ വെച്ചാണത്രേ അവളെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങിയത്. നന്ദുട്ടിയുടെ ഓർമ്മ വരുമ്പോഴൊക്കെ ഇന്ത് അവിടേക്ക് പോവും. ആ മുറിയിൽ കുറേ സമയം കരഞ്ഞിരിക്കും. അപ്പം അവൾക്ക് ആശ്വാസം കിട്ടുന്ന അവള് പറയാറ്. അത് പറയുമ്പോൾ 3 പേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. രാമകൃഷ്ണൻ കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് മോനെയും കൂടി വിഷമിപ്പിച്ചു അല്ലേ. മോനിവിടെ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. ഇപ്പൊ വേണ്ട സാർ, ഞാനിന്ന് പോകുന്നില്ല. ഇന്നിവിടെ തങ്ങാം, എന്റെ നന്ദയുടെ മുറിയിൽ. രാമകൃഷ്ണൻ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കിഷോർ ഫോൺ എടുത്ത് നന്ദയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവൻ മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞു. വാ മോനെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴും നന്ദ അവരെ സന്തോഷത്തോടെ നോക്കിക്കാണുകയായിരുന്നു. മോനെ കിച്ചു, നന്ദമോളുടെ ഓർമ്മ വരുമ്പോഴേക്ക് ഇന്ദു സ്വന്തം വീട്ടിലേക്ക് ഓടും. ഞാൻ അപ്പോഴും ഇവിടെ തനിച്ച്. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മൾ ആണുങ്ങൾ പുറമേ സങ്കടമൊന്നും കാണിക്കാത്തതുകൊണ്ട് ഉള്ളിലും അങ്ങനെയാണെന്ന്.
നമ്മൾ പുറമേ ചിരിച്ച് ഉള്ളിൽ ആർത്ത് കഴിയുന്നുണ്ടെന്ന് ആൾക്കറിയില്ലല്ലോ. അല്ലെങ്കിലും സങ്കടമില്ലാണ്ടിരിക്കാൻ നമ്മൾ കല്ലൊന്നുമല്ലല്ലോ, നമ്മൾ മനുഷ്യർ തന്നെയല്ലേ. ഒത്തിരി സങ്കടം കൂടുമ്പോൾ ഞാൻ 2 എണ്ണം അടിക്കാൻ നോക്കും. അപ്പോൾ എനിക്ക് എൻ്റെ നന്ദുമോളുടെ വാക്കുകൾ ഓർമ്മ വരും. അവൾക്ക് ഞാൻ മദ്യപിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്ന് അല്പം കഴിക്കാറുണ്ട്. ചില ദിവസങ്ങളായി കുറച്ചധികം. അപ്പോൾ എന്നെ നന്ദുമോള് പറയും, ഇനി കുടിച്ചാൽ ഞാൻ ഡാഡിയോട് പിണങ്ങുമെന്ന്. അവളുടെ വാക്ക് കേൾക്കാൻ ഞാൻ കുറേ തവണ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവും എൻ്റെ മോൾ എന്നേക്കുമായിട്ട് ഈ ഡാഡിയോട് പിണങ്ങിപ്പോയത്. അതുകൊണ്ട് അവൾ പോയാൽ പിന്നെ ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഇപ്പോഴും എൻ്റെ നന്ദുമോളുടെ ആ വാക്കുകൾ എനിക്ക് കേൾക്കാകിച്ചു. അതും പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ പൊട്ടിക്കരഞ്ഞോണ്ട് കിഷോറിന്റെ ചുമലിലേക്ക് വീണു. അച്ഛാ മതി, എനിക്കറിയില്ലേ, നന്ദക്ക് താങ്ങാൻ കഴിയില്ല. അച്ഛൻ സമാധാനമായിട്ടിരിക്കുക. നന്ദയെ നമ്മളിൽ നകറ്റിയവരെ ഞാൻ കണ്ടുപിടിക്കും അച്ഛാ. നന്ദയുടെ മുറിയിൽ അവൾക്ക് നേരെ ചെരിഞ്ഞിടുന്നുകൊണ്ട് ആൾ തന്നെ നോക്കിയിരിക്കുകയാണ് കിഷോർ. നന്ദ, താൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോളേ. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ തനിക്ക് പോയിക്കൂടെ? ആർക്കും തന്നെ കാണാൻ ആഗ്രഹം കാണില്ലേ? എനിക്കറിയാം, പക്ഷേ അവരിപ്പോൾ എന്നെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലേക്ക് ഞാൻ വീണ്ടും വന്നാൽ അവർക്ക് സന്തോഷത്തിനേക്കാൾ കൂടുതലായി സങ്കടമാവും. കാരണം എനിക്കിവിടെ ശാശ്വതമല്ല. എനിക്ക് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അവർക്കത് സഹിക്കില്ല. അപ്പം നന്ദ, നീ എന്നെ വിട്ട് വീണ്ടും പോവുമോ? അത് കിച്ചേട്ടാ, എന്നെ ഇല്ലാതാക്കിയവരെ കിച്ചേട്ടൻ്റെ മുമ്പിലിട്ടെന്ന് എനിക്ക് ചിലപ്പോൾ പോവേണ്ടി വരും. നന്ദയുടെ വാക്ക് കേട്ട് സങ്കടം കൊണ്ട് കിഷോറിന്റെ കണ്ണുകൾ നിറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.